ആദ്യം കന്യാകുമാരിയിലേക്ക് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ തുടരുകയാണ്. സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേ ഇടത്താണ് മോദിയും ധ്യാനിക്കുന്നത്. നാളെ ഉച്ച കഴിഞ്ഞ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ഇന്നലെ വൈകിട്ടാണ് മോദി കന്യാകുമാരിയിൽ എത്തിയത്. കന്യാകുമാരിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, മോദിയുടെ ധ്യാനം തുടരുകയാണ്, എന്താണ് വിവരങ്ങൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം 16 മണിക്കൂർ പിന്നിടുന്നു. 6 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ എത്തി. വിവേകാനന്ദപ്പാറയിൽ ഇവിടെ തീർത്ഥാടകരുടെ, വിനോദസഞ്ചാരികളുടെ വലിയ ഒരു തിരക്ക് ഇപ്പോഴുമുണ്ട്. നമുക്കൊപ്പം നരേന്ദ്രമോദിയുടെ ഒരു കുഞ്ഞ് ആരാധികയുണ്ട്. അതിന്റെ കുസൃതികളാണ് നമ്മൾ കാണുന്നത്. बेटी नाम क्या नाम बताओ। जोर से आद्या सिन्हा, जोर से बोल। आद्या सिन्हा। कौन है नरेंद्र मोदी? पापा। प्रधानमंत्री बोलो। पापा। प्रधानमंत्री बोलो। प्रधानमंत्री मोदी से कहो। बोलो। हेलो बोलो। हेलो बोलो। मोदी जी किधर है? मोदी जी किधर है? कहाँ बैठे हैं मोदी जी? कहाँ बैठे दिखाओ। उधर वो स्मारक वो दिखा, वहाँ पे बैठे, उधर बैठे हैं। और മോദി സർക്കാർ മോദി സർക്കാർ ഇത്തവണ 400 സീറ്റുമായി മോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന ആ മുദ്രാവാക്യം ഏറ്റു പറയുമെന്ന് നമ്മുടെ വന്നാണ്. ഇപ്പോൾ മോദി സർക്കാർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലേ? ക്യാ ബോലാ? ആപ്കി ബാർ ബോലോ. ആപ്കി ബാർ ഹം കോൺ ഹൈ? മോദി സർക്കാർ. ആപ്കി ബാർ അബ്കി ബാർ മോദി സർക്കാർ എന്ന് പറഞ്ഞ് കുറെ സമയമായി ഇവിടെ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് എടുത്തത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടരുന്നു. 16 മണിക്കൂറുകൾ പിന്നിടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ നിശബ്ദ പ്രചരണ ദിവസമാണ്. ആ ദിവസമാണ് പ്രധാനമന്ത്രി ഇവിടെ ധ്യാനത്തിനായി കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധവും വലിയ പ്രതീക്ഷയും, പ്രതിപക്ഷ നിരയിൽ വലിയ പ്രതിഷേധമുണ്ട്, വലിയ അമർഷമുണ്ട് പ്രധാനമന്ത്രിയുടെ ധ്യാനത്തെ. ഈ നിശബ്ദ പ്രചരണ ദിവസം പ്രധാനമന്ത്രി രാഷ്ട്രീയ പ്രചരണത്തിനായി കന്യാകുമാരിയെയും കന്യാകുമാരി ധ്യാനത്തെ ഉപയോഗിക്കുന്ന വിമർശനമാണ് കോൺഗ്രസും DMKയും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾക്കുള്ളത്. പക്ഷേ BJP ഇതിനെ പൂർണ്ണമായും ആത്മീയ കാര്യമായും, നരേന്ദ്രമോദി നേരത്തെയൊക്കെ ഇത്തരത്തിൽ ധ്യാനം ഇരിക്കാറുണ്ട്, ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്, അത്തരത്തിലൊരു ദിവസം മാത്രമായാണ് BJP ഇതിനെ കാണുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിന് ഇവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ തുടരുകയാണ്. ഇന്ത്യൻ നാവികസേനയും അതുപോലെ തന്നെ തീരസംരക്ഷണ സേനയും ഒക്കെ ഈ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും ഇപ്പോഴും സംരക്ഷണം തീർക്കുന്നു. നാളെ വൈകിട്ട് 3 മണിവരെ അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിപ്പുള്ളത്. നാളെ അദ്ദേഹം മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പാണ്. ആ വോട്ടെടുപ്പ് അതിന്റെ അവസാന മണിക്കൂറുകളിൽ മോദി ഇവിടെ ധ്യാനത്തിൽ തന്നെയായിരിക്കും. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങും. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ന്യൂഡൽഹിയിലേക്കും പോകും. 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ വലിയ വിജയപ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ BJP പുലർത്തുന്നത്. എന്നാൽ ഇത്തവണ മോദി അധികാരത്തിൽ വരില്ല, BJP അധികാരത്തിൽ വരില്ല, മോദി ഒരിക്കലും പ്രധാനമന്ത്രിയാകില്ലെന്ന പ്രഖ്യാപനങ്ങളുമായി കോൺഗ്രസ് ക്യാമ്പും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളും നിറയുന്നുണ്ട്. ഏതായാലും മോദിയുടെ ഇന്നത്തെ ഈ ധ്യാനവും അല്ലെങ്കിൽ ഇവിടെ ധ്യാനത്തിലിരിക്കുമ്പോഴും വലിയൊരു രാഷ്ട്രീയ നീക്കമായതിനെ തന്നെയാണ് അതിന് പ്രതിപക്ഷം കാണുന്നത്. അതിന്റെ പേരിലാണ് അവർ ഇതിനെ വിമർശിക്കുന്നത്. റൈറ്റ്, അരുൺ സൂചിപ്പിക്കുന്നത് പോലെ എന്തായാലും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള മണിക്കൂറുകളാണ് കടന്നുപോകുന്നത്. രാജ്യം അവസാനഘട്ട 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുന്ന സമയം കൂടി ആണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഏറെയായിരുന്നു. പക്ഷെ എപ്പോഴും നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം തന്നെ വളരെ കൃത്യമായ സമയത്ത് എത്തുകയും ഈ ധ്യാനത്തിലിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം എത്രത്തോളം ശക്തമാണ് അരുൺ? അഭിലാഷ്, അതിശക്തമായ സുരക്ഷാ സന്നാഹം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ കന്യാകുമാരി പോലെയുള്ള വളരെ സൈനികപരമായി പോലും വലിയ പ്രാധാന്യമുള്ള, രാജ്യത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള പ്രദേശത്ത്, ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഈ മുനമ്പിലെത്തുമ്പോൾ സുരക്ഷ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ അല്പം പോലും അതിൽ വെള്ളം ചേർക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം ശ്രീലങ്കയുമായി വളരെ അടുത്ത അതിർത്തി പങ്കിടുന്ന ഒരു മേഖല കൂടിയാണ് കന്യാകുമാരി, അതിനടുത്തുള്ള രാമേശ്വരവും ഒക്കെ. അതുകൊണ്ട് തന്നെ കടുത്ത കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. കരയിലും
ആകാശത്തും അതുപോലെ വെള്ളത്തിലും സമുദ്രത്തിലും ഒക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ സമയത്ത് വലിയ തിരക്കാണ്. ഇവിടെ വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ആളുകളുടെ വലിയ തിരക്കാണ്. മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് പലപ്പോഴും ആളുകൾക്ക് പാറയിലേക്ക് പോകാൻ കഴിയുന്നത്. പക്ഷേ നരേന്ദ്രമോദി ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു പോകുന്നതുവരെ വിവേകാനന്ദ പാറയിലേക്ക് സന്ദർശക വിലക്കുണ്ട്. ഇന്നലെ അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ഈ ക്ഷേത്രത്തിലേക്കും അതുപോലെ ത്രിവേണി സംഗമത്തിലേക്കും ഒക്കെ ആളുകൾക്ക് കടന്നു വരാൻ വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ തടസ്സങ്ങളൊക്കെ നീ ഇവിടെ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന സ്ഥലം വരെ ഇവിടുത്തെ ഈ ത്രിവേണി സംഗമത്തിലെ മണ്ഡപത്തിലുമൊക്കെ ആളുകൾക്ക് യഥേഷ്ടം വന്നിരിക്കാം. ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാനൊക്കെ ഉള്ള അവസരമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വിവേകാനന്ദ പാറയിലേക്കുള്ള യാത്ര മാത്രമാണ് നിലവിൽ നിരോധിച്ചിരിക്കുന്നത്. അതേ പ്രധാനമന്ത്രി പോകുന്നതുവരെ അതുതന്നെയാകും. വിവേകാനന്ദ പാറയുടെ സംരക്ഷണം പൂർണ്ണമായും ഇന്ത്യൻ തീരസംരക്ഷണ സേന ഏറ്റെടുത്തു കഴിഞ്ഞു. ചുറ്റും ഇതിന്റെ അതിർത്തിയിലടക്കം ഉൾക്കടലിലടക്കം നാവികസേനയുടെ പടക്കപ്പലുകളടക്കം അണിനിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത്. ചെറു ബോട്ടുകളിലും വള്ളങ്ങളിലുമൊക്കെ കോസ്റ്റൽ തീരസംരക്ഷണ സേനയുടെ പട്രോളിംഗും നടക്കുന്നുണ്ട്. ഇവിടേക്കുള്ള വഴികളിലും കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. അതായത് പ്രധാനമന്ത്രി ഇന്നലെ കാലാവസ്ഥ മോശമാണെങ്കിൽ ഒരുപക്ഷെ റോഡിലൂടെ ഇവിടേക്ക് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിക്ക് വരുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റോഡുകളിലൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോഴും കന്യാകുമാരിയുടെ 40-ലധികം വരെ തീരദേശ ഗ്രാമങ്ങളുണ്ട്. മീൻപിടുത്ത താമസിക്കുന്ന തീരദേശ ഗ്രാമങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ ഇപ്പോഴും കർശന പരിശോധനകളും സുരക്ഷാ സന്നാഹങ്ങളും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും ഒക്കെ അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ. അവിടുത്തെ ബാൽക്കണികൾ മട്ടുപ്പാവുകളിലൊന്നും ആർക്കും ഇപ്പോഴും നിൽക്കാൻ കഴിയും. കാരണം വളരെ അടുത്താണ് ഇവിടുത്തെ ഹോട്ടലുകളുടെ ബാൽക്കണികളൊക്കെ ഉദയവും സൂര്യാസ്തമയവും ഒക്കെ കാണാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ വളരെ അടുത്താണ് ഈ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും ഒക്കെ. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. ആ മട്ടുപ്പാവുകൾ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ SPGയുടെ അടക്കമുള്ള നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലിയ സന്നാഹമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഈ കന്യാകുമാരി ഇപ്പോൾ കേന്ദ്ര സുരക്ഷാ സേനകളുടെ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ്. ഇവിടുത്തെ എല്ലാ പ്രദേശങ്ങളും ആളുകൾക്ക് ഇവിടെയൊക്കെ പ്രവേശനമുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കൃത്യമായ പോലീസ് നിരീക്ഷണമുണ്ട്. കൃത്യമായ ഐഡന്റിറ്റി ഇല്ലാതെ ആർക്കും ഇവിടേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രി പോകുന്നതുവരെ അതുതന്നെയാകും ഇവിടുത്തെ സാഹചര്യം. ത്രിവേണി സംഗമത്തിന്റെയൊക്കെ ദൃശ്യങ്ങളിലേക്ക് പോകാനാകുമെന്ന് കരുതുന്നു. അവിടെയൊക്കെ ഈ ആളുകൾക്ക് ഇറങ്ങാൻ അവസരം നൽകുന്നുണ്ടെങ്കിലും വലിയ ക്രമീകരണങ്ങളിലേക്ക് പോലീസ് എല്ലായിടത്തും പോലീസ് തന്നെയാണ്. കടകൾ, നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. അവിടെയൊക്കെ തന്നെ ആ രീതിയിലുള്ള ക്രമീകരണങ്ങളുണ്ട്. പോലീസിന്റെ അതികർശനമായ നിരീക്ഷണമാണ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഇന്ത്യൻ ഭരണത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നരേന്ദ്രമോദി ഇവിടെ എത്തുമ്പോൾ, പ്രധാനമന്ത്രി ഇവിടെ രണ്ട് രാപകലുകൾ ഇവിടെ കഴിയുമ്പോൾ, ഇവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നമുക്കറിയാം. എവിടെ നോക്കിയാലും പോലീസിന്റെ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ, SPGയുടെയും മറ്റ് കേന്ദ്ര സേനകളുടെയും ഒക്കെ ഉദ്യോഗസ്ഥർക്ക് എല്ലാ ഭാഗത്തും ആരതിലൂടെ ത്രിവേണി സംഗമത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ സാധാരണ നിരവധി ആളുകൾ കുളിക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ അവിടേക്ക് ആരെയും താഴേക്കൊന്നും പ്രവേശിപ്പിക്കുന്നില്ല. പകരം ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാനുള്ള അവസരമാണ് ഈ മണ്ഡപം. ഈ ത്രിവേണി സംഗമത്തിലെ മണ്ഡപത്തിൽ പോലീസുകാരും നാട്ടുകാരും ഈ യാത്രക്കാരും ഈ വിദേശിക സഞ്ചാരികളും ഒക്കെ ഇവിടെ ഉണ്ട്. നിരവധി ഉത്തരേന്ത്യക്കാരും അതുപോലെ തന്നെ മലയാളികളും ഒക്കെ ഇവിടെ വന്നുപോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം സീസണിന്റെ സമാപനത്തിലേക്ക് കൂടിയാണ് നീങ്ങുന്നത്. അതായത് സ്കൂൾ മതിവേല അനവധിക്കാലം കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇവിടെയുണ്ട്. അവസാന സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളുണ്ട്. നിരവധി ആളുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കം ഇവിടേക്ക് എത്തുന്നുമുണ്ട്. എങ്കിലും അതിശക്തമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആളുകൾക്ക് ഇവിടേക്ക് വരാൻ കഴിയൂ. ഇതിനെ സാധാരണഗതിയിൽ വരുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ബാരിക്കേഡ് വെച്ച് വഴി അടച്ചിട്ടുണ്ട് പോലീസ്. അവിടെ നിന്ന് പിന്നീട് നടന്നു മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയൂ. എല്ലായിടത്തും അതികർശനമായ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പോലീസും മറ്റ് ഏജൻസികളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 45 മണിക്കൂർ നീളുന്ന ധ്യാനം ഇപ്പോഴും തുടരുകയാണ്. വിവേകാനന്ദ പാറയിലാണ് അദ്ദേഹം ധ്യാനം ഇരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5:10 ഹെലികോപ്റ്ററിൽ തമിഴ്നാട് ഗസ്റ്റ് ഹൌസിലെ ഹെലിപ്പാഡിൽ അദ്ദേഹം എത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് വിവേകാനന്ദ പാറയിലേക്ക് തിരിച്ചത്. ഗസ്റ്റ് ഹൌസിലെത്തിയ ശേഷം അദ്ദേഹം ദർശനം നടത്തുകയും ചെയ്തു. ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിനുശേഷം പിന്നീട് ധ്യാനത്തിലേക്ക് കടന്ന സാഹചര്യം ആണുള്ളത്. കന്യാകുമാരിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അതോടൊപ്പം വാർത്തയുമാണ് VV അരുൺ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ